നമസ്കാരം നമസ്കാരം നമസ്കാരം. എവിടെയാണ് എല്ലാവരും? ഇവിടെ ഒരാൾ വന്നു, രണ്ടുപേര് വന്നു. ഇത് ഷെയർ ചെയ്യൂ. വളരെ സുന്ദരവും മനോഹരവുമായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഭൗതിക ലോകത്തെ ചില കാഴ്ചകളെക്കുറിച്ച് പറയാം. മനുഷ്യൻ്റെ വികാരങ്ങളെക്കുറിച്ച് വളരെ രസകരമായ രീതിയിൽ ഞാൻ ഇവിടെ പറയുന്നു. വളരെ സുന്ദരമായ ചില കളികളെക്കുറിച്ച് പറയുന്നു. അത് ഞാൻ ഷെയർ ചെയ്യും. നമ്മളുടെ കഥകളും ഇതുപോലെയുള്ള ചില യാഥാർത്ഥ്യങ്ങളും കളികളും ഒക്കെ പറയുമ്പോഴേ ആളുകൾ വേണം, കേൾക്കാൻ ആളുകൾ വേണം, കാണാൻ ആളുകൾ വേണം, ഒക്കെയും വേണം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് എന്ന രാജ്യത്തിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നമുക്കൊരു കഥ പറയാം. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന ലോകരാജ്യങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ എനിക്കവിടെ ചില കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ എൻ്റെ കാഴ്ചകളും കേൾവികളും ഒരു നിമിഷം അവിടേക്ക് പോയി, പിന്നെ തിരികെ വന്നു. അപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ എൻ്റെ അരികിൽ വന്ന് ചോദിക്കാൻ തുടങ്ങിയത്, പറയുവാൻ തുടങ്ങിയത്. ഒന്ന് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ, ഒരാൾ തൻ്റെ പഴയകാല ഓർമ്മകൾ ആ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ ആ പഴയ ഓർമ്മകൾ ഒന്ന് കടന്നു പോയപ്പോൾ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എവിടെ പറഞ്ഞു, ഒരു മാധ്യമത്തിന് മുന്നിലിരുന്ന് പറഞ്ഞു പോയി. ആ ഓർമ്മയിലൂടെ വന്ന കാര്യമാണ്. രഞ്ജിത്ത് ഊമ്പിക്കൽ ദേവിന്നോ? നിന്നെ നന്നായിട്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ പോവാ. നിന്റെ കമൻ്റ് എടുത്ത് ഞാൻ മെൻ്റൽ ഗ്രൂപ്പിലേക്ക് ഇടും. എന്നിട്ട് നിന്നെ അവിടെ ഇട്ട് നീ ഈ പറഞ്ഞ രീതിയിൽ നിന്നെ ആക്കും. അതിലൂടെ ഞാൻ പൈസ ഉണ്ടാക്കും. മനസ്സിലായോ? ഈ ലോകത്ത് മറ്റാർക്കും തോന്നുന്നില്ല. നിനക്കങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ നീ മഹാ കഴിവ് കെട്ടവനാണെന്ന് കരുതണം. നിന്നെ പെട്ടെന്ന് അങ്ങനെ നീ ഈ എഴുതി വെച്ച രീതിയിൽ നിന്നെ പെട്ടെന്ന് ആക്കി തീർക്കാൻ കഴിയും. നീ മറ്റൊരാളെ ആക്കി തീർക്കും. നീ മറ്റുള്ളവരെ അങ്ങനെ ആക്കി തീർക്കും. നിന്നെ പെട്ടെന്ന് അങ്ങനെ ആക്കാനും കഴിയും. അപ്പോൾ ഞാനത് പ്രാബല്യത്തിൽ വരുത്തുന്നു. നീ ഒരു കഴിവ് കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നിൻ്റെ ഈ കമൻ്റ് എടുത്ത് നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് എന്ന എൻ്റെ ചാനലിലിടും. മനസ്സിലായോ? അപ്പോൾ നിൻ്റെ കഴിവുകേടിനെ നീ തന്നെ സ്വയം, നീ ഒരു വിഡ്ഢിയാണെന്ന് നീ ഒന്ന് തിരിച്ചറിയട്ടെ. അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന എന്നെക്കുറിച്ച് നിനക്കിങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു? കാരണം എനിക്ക് നിന്നെ അറിയില്ല, നിനക്ക് എന്നെ അറിയില്ല, യാതൊരു ബന്ധവും ഇല്ല. എന്നിട്ട് നീ അവിടെ എങ്ങനെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു കഴിവ് കെട്ടവൻ തന്നെയാണ്. ബുദ്ധിയില്ല, വിവരമില്ല, സാമർഥ്യമില്ല, അതെല്ലാം പോട്ടെ. നീ രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. എല്ലാം നിന്റെ കഴിവുകേടാണ്. നീ ഇപ്പോൾ ഈ എഴുതിയിട്ടതും നിന്റെ കഴിവുകേടാണ്. മനസ്സിലായോ? രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം, അടുത്ത കളത്രം പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടേക്കുന്നു. കാരണം എത്രയോ മൈൽ അകലെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ കള്ളത്തരം പറഞ്ഞ് എഴുതിയിടുകയാണ്. മനസ്സിലായോ? അപ്പോൾ നിന്റെ ഈ കഴിവുകേടുകളെയും ഞാൻ എടുത്ത് പൈസ ഉണ്ടാക്കാൻ പോവാ. കേട്ടല്ലോ?
അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യത്തിലേക്ക് കിടക്കട്ടെ. അപ്പോഴേ മാധ്യമത്തിന് മുന്നിലിരുന്ന്, ഒരു മീഡിയയുടെ മുന്നിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, കുട്ടിക്കാലത്തോ മറ്റോ ഉള്ള ഓർമ്മകൾ, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ അവർക്ക് സന്തോഷ് രാജൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാവുന്നു. തീർച്ചയായിട്ടും അഡ്മിറ്റ് ആക്കിക്കോളൂ. നിങ്ങളെയൊക്കെ അവിടുത്തെ പുതിയ ഡോക്ടർമാരാക്കാൻ പോവുക, സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാരാക്കാൻ പോവുക. സന്തോഷ് രാജിനെയൊക്കെ പിടിച്ച് കേട്ടോ. പറ്റുവാണെങ്കിൽ നിന്നാൽ മതി, ഡോക്ടറാക്കാൻ പോവുക ഞാൻ അവിടുത്തെ. അപ്പോൾ അതിനെ പിടിച്ച് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്കൊന്ന് അയച്ചു തന്നോളൂ. 70 34 766 363. എന്നിട്ട് വേണം അതെടുത്ത് എനിക്ക് ഷോർട്ട് വീഡിയോ ആക്കണ്ടേ. ഈ കമൻ്റ് എടുത്തു ആ ഷോർട്ട് വീഡിയോ അവിടെ കിടന്നുകൂടും. നിനക്ക് 3 ലൈക്കിന് നിനക്ക് ഒന്ന് പോയേടി. എന്താ കിട്ടുന്നതെന്നറിയാം. എനിക്ക് ലൈക്കല്ല വേണ്ടത്, നിന്റെ മനസ്സിനെ അവിടെ തളച്ചിടുക എന്നുള്ളതാണ്. നീ എന്നും എൻ്റെ ലൈവ് കാണാൻ വരുന്നത്, നീ എൻ്റെ ലൈവിൽ തളഞ്ഞു കിടക്കുകയാണ്. എന്നിൽ നീ ഭ്രമപ്പെട്ട് വശീകരണപ്പെട്ട് നിന്നെ ഞാനിവിടെ തളച്ചിട്ടേക്കാണ്. അത് നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെയോ ഇന്നോ പോസ്റ്റ് ചെയ്ത എൻ്റെ ആ എഴുത്തിൽ നിന്ന് നീ നോക്കിയാൽ മതി. നിന്റെ മനസ്സ് എന്നിൽ ഭ്രമപ്പെട്ട് തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. മനസ്സിലായി? നിനക്ക് അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നില്ല. നിന്റെ ദേഹം എവിടെയോ ഇരുന്നാൽ മതി, പക്ഷെ മൈൻഡ് എൻ്റെ കൈവശമാണ്. മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ചാൽ, ആ മനുഷ്യൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്താ കുഴികുത്തി അതിനകത്ത് ഇല വെച്ച് ഭക്ഷണം കൊടുക്കുന്നു എന്നോ മറ്റോ പറയുന്ന കുറച്ച് വാക്കുകളാണ് ആ മനുഷ്യൻ അവിടെ എഴുതി പറഞ്ഞതോ മറ്റോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ആരൊക്കെയോ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞുള്ള അറിവും കേട്ടറിവും, അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഈ യൂട്യൂബ് ചാനലൊന്ന് നീക്കുമ്പോൾ ആ കേട്ടറിവും മാത്രമാണ്. അതല്ലാതെ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ കുഴി അതിൽ ഇല വെച്ചിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തു എന്ന ആ വാക്കിനെയാണ് എല്ലാവരും കൂടി പിടിച്ച് എടുത്തിട്ട് ആ മനുഷ്യനെ തേജോവധം ചെയ്യാൻ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ തേജോവധം ചെയ്യുന്നവരൊക്കെ പരമവിഡ്ഢികളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കാലം നിലവിലുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നല്ല, ഓർമ്മ ശരി തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരം ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലല്ല. അന്ന് അത് ചെയ്തത് സാമൂഹ്യ പാഠം പഠിപ്പിച്ചിരുന്ന അധ്യാപികയുടെ വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സാമൂഹ്യ പാഠം എന്ന് പറയുന്ന വിഷയം അന്ന് ഞാൻ 1-ലോ 2-ലോ 3-ലോ മറ്റോ ആണോ എന്ന് തോന്നുന്നു. 4-ാം ക്ലാസ് 4-ാം തരം പഠിക്കുന്ന ആ സമയം. അന്ന് എൻ്റെ കുഞ്ഞു കുട്ടിക്കാലം. അന്ന് തന്നെ ഇവിടെ കൊയ്ത്തൊക്കെ ഉണ്ട്, കൊയ്യാൻ പോകുക. കൊയ്ത്ത് മീൻസ് നെല്ല് അറപ്പ്. അപ്പോൾ ഇവിടെ എല്ലാം വയലാണ്, ഇവിടെ എല്ലാം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ആ കുട്ടിക്കാലത്ത് ഇതെല്ലാം മാറി മാറി വരുന്ന സമയമാണ്. പക്ഷെ അന്ന് പുരോഗമനമായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ലാസ്റ്റ് ആണെന്ന് തോന്നുക, ഏറ്റവും അവസാനത്തെ ആ കാലഘട്ടമാണെന്ന് തോന്നുന്നു. അത് അന്ന് 1-ാം തരത്തിലോ 2-ാം തരത്തിലോ ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് നേരെ ഓർമ്മയുണ്ട്. അന്ന് കുഴി കുത്തുകയല്ലായിരുന്നു എന്ന് തോന്നുന്നു. അതായത് ഈ വാഴപ്പോള ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വാഴപ്പോള ഇങ്ങനെ എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് വാഴയുടെ നാര് വെച്ച് അതിങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ വെച്ച് അതിൻ്റെ അകത്ത്
ഇല ഇങ്ങനെ വെക്കും. ഇല വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി കോരി കൊടുക്കും. അപ്പോൾ ഈ കൊയ്ത്തിന് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇതാണ് അതങ്ങനെ ചെയ്യുന്നത്. ഒരു ഭക്ഷണം കൊടുക്കുന്നതാണ്. ഗുരുനാഥയും കൂടിയാണെന്ന് ഓർക്കണം. പ്രത്യേകിച്ചും സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന ഗുരുനാഥ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴേ എൻ്റെ അമ്മയൊന്നും അതിന് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മയെപ്പോലെയുള്ള അമ്മ അന്നും ഒരു വിപ്ലവകാരി തന്നെയായിരുന്നു. വിപ്ലവകാരി എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ നേരിയ ഓർമ്മ, കുറച്ച് പേരെ മുറ്റത്തിരുത്തി ഭക്ഷണം കൊടുക്കുക, കുറച്ച് പേരെ അവരുടെ ഇറയത്തിരുത്തി ഭക്ഷണം കൊടുക്കുക, കുറച്ച് പേരെ അങ്ങ് മുറിക്ക് ഉള്ളിലാക്കി ഭക്ഷണം കൊടുക്കുക. ഇവിടെ അടുത്ത ഒരു വീടാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം അവരൊക്കെ പേര് പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല. കാരണം ഈ കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അത് നടപ്പിലായ. ലാസ്റ്റായിരുന്നു, എന്തായാലും ആ കാലം ലാസ്റ്റായിരുന്നു. എന്തായാലും എൻ്റെ അമ്മയൊന്നും അന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നില്ല. അവർ പറഞ്ഞ ആ ഭക്ഷണം എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ നന്നായിട്ട് വിശപ്പോടുകൂടിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ തരംതിരിപ്പ് എന്തോ അവരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചപ്പോഴേ കുറച്ച് പേര് മാറി. അതുപോലെ തന്നെ അകത്ത് മുറിയിൽ ഭക്ഷണത്തിന് വേണ്ടി ചിലരെ വിളിച്ചപ്പോൾ അവരും മാറി. ഒന്ന് രണ്ട് പേര് മാറിയിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്തേക്ക് അവരെ മറ്റുള്ളവരെയും കൂടി കൊണ്ടുവന്നാൽ മാത്രം ഭക്ഷണം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ അവിടെ കശപിശ മറ്റേ വാക്ക് തർക്കങ്ങളല്ല, വഴക്കായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും മനുഷ്യൻ്റെ മനസ്സിലെ ആ ഒരു എന്തോ സങ്കടമായിരുന്നു പലർക്കും. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും മാറുകയാണ് ഉണ്ടായത്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നു. ഇതേപോലെ തന്നെയാണ് ആ മനുഷ്യനും ആ മൈക്കിന് മുന്നിൽ വന്നിരുന്ന് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് ജാതീയതയായി, തൊട്ടുകൂടായ്മയായി, ജാതി ചിന്തയായി ആ പാവം മനുഷ്യനെ ഇട്ട് തേജോവധം ചെയ്യുക. അപ്പം അതൊന്നും നടപ്പിലായ കാര്യമല്ല. ജാതി ചിന്ത പറച്ചിലായി. നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ ഇല്ലാതായി. വേണ്ടെങ്കിൽ വേണ്ടതങ്ങ് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചില കൂട്ടർ ഞങ്ങൾ ആ ജാതി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഉടുമ്പ് കടിച്ചു പിടിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കും. എന്നിട്ട് ഇത്തിരി തൊലിവെളുപ്പുള്ളവരോട് കിടന്ന് മത്സരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇത്തിരി കറുത്തവനോട് മത്സരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കറുത്തവളോട് കിടന്ന് മത്സരിക്കാൻ തുടങ്ങും. ചിലർ വെളുത്തവനോട് മത്സരിക്കാൻ തുടങ്ങും. മത്സരമാണിവിടെ. അതുപോലെ ജാതി പറഞ്ഞ് മത്സരമാണ്. അത് അന്നും ഇന്നും എനിക്ക് തോന്നുന്നു മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ നല്ല വൃത്തിക്ക് അദ്ദേഹത്തെ അറിയാം. പേരൊന്നും ഞാനിവിടെ പറഞ്ഞു വെക്കുന്നില്ല. നിങ്ങൾ ആദ്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക. ചിലരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അവരതങ്ങനെ പറയും. ആ പറയുന്നുണ്ടേ നിങ്ങൾക്കും കാണും കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള പല ഓർമ്മകളുമെന്ന് നിങ്ങൾ കരുതണം. അതാണ് വിവേകമെന്ന് പറയുന്നത്. നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കില്ലേ? ചിലരത് മീഡിയയുടെ മുന്നിൽ പങ്കുവെക്കും, ചിലരത് മീഡിയ ഇല്ലാതെ പങ്കുവെക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവേകവും ബോധവും വേണ്ടുന്നത് ആർക്കാണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. അദ്ദേഹം അതങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ജാതിവെറിയനാണെന്നോ അല്ലെങ്കിൽ ജാതിവെറിയുള്ള ആളാണെന്നോ ഒന്നുമല്ല അതിന് കരുതേണ്ടത്. അദ്ദേഹം അതിൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ, കുട്ടിക്കാലത്തുണ്ടായ ആ സംഭവങ്ങൾ അദ്ദേഹം ഒന്ന് ഓർമ്മയിലേക്ക് വന്നു. അദ്ദേഹം അത് ഓർത്തെടുത്തൊന്നുമല്ല, തനിയെ വരുന്നതാണോ ഈ ഓർമ്മകളൊക്കെ? നിങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില നേരത്ത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തനിയെ വരുന്നതാ.
അതാരുടെ കുറ്റമല്ല. അതിനിയെങ്കിലും മനസ്സിലാക്കുക. വിഡ്ഢികളായവരോട് ഞാൻ പറയുകയാണ്, അതാരുടെയും കുറ്റമല്ല, ഒരു വ്യക്തിയുടെ കുറ്റമല്ല അത്. ചില ഓർമ്മകൾ അവരവിടെ പങ്കുവെക്കുന്നതാണ്. അത് മനുഷ്യർക്ക് മുന്നിലല്ല പങ്കുവെക്കാൻ പറ്റുള്ളൂ. മനുഷ്യനായിട്ട് തോന്നുന്ന ഒരാളുടെ മുന്നിലല്ല ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു മൃഗത്തിൻ്റെ മുന്നിൽ പോയി ഇരുന്ന് പറയുവാണ്, ഞാൻ എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഒരു മരത്തിനോട് പോയി ഇരുന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കിളിയോട് പോയി ഇരുന്ന് പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അതൊന്ന് പങ്കുവെച്ചു. പങ്കുവെക്കുക മീൻസ് അപ്പോൾ വന്ന ആ കാര്യത്തെ അവിടെ പറഞ്ഞു വെച്ചു. അങ്ങനെ അങ്ങ് കരുതണം. ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ വാട്സപ്പിൽ വന്നിരുന്ന അതിനെക്കുറിച്ച് വന്ന് ചർച്ച ചെയ്യാം. നാഗ എന്തെങ്കിലും പറയൂ. ഞാൻ എന്തു പറയാനാ? കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ പോലും അറിയാതെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? സത്യം പറയുക, പൊട്ടന്മാരും ഇവറ്റകളെന്ന് ഓർക്കുമ്പോൾ ചിരി വരും. അത് ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാനിരിക്കുക, കുറേ എണ്ണം അതിൻ്റെ വാലെ പിടിച്ചെടുത്ത് പിന്നെ കേസിന് പോകാനും വഴക്കിന് പോകാനും അത് ഞങ്ങളെ പറഞ്ഞതാ. പാവം പിടിച്ചവൻ അയാളുടെ ഓർമ്മ, അയാളുടെ ഉള്ളിൽ നിന്ന് ആ ഓർമ്മകളിലെ ചിറകിട്ട് അടിച്ചതുപോലെ ഇങ്ങനെ ഒന്ന് പറന്നുപോയി. അപ്പൊ ആ സ്മിത പെരുമന്ന ശരിയാണെന്ന്. അതിൻ്റെ അടിയിൽ ആരാ എഴുതി വെച്ചെന്ന്? അഭിലാഷ എടാ നാറി, നീ എഴുതി വെച്ചേക്കുന്നില്ലയോ? നീ 5-6 വട്ടം അതെടുത്ത് എംപോസിഷൻ എഴുതിയിട്ട് നീ തന്നെ അതൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. തൊലിങ്ങിയൊരു മീശയും വെച്ചോണ്ട് തൊലിങ്ങിയൊരു മോന്തയും വെച്ചോ, അത് നിന്നെ കാണാൻ കൊള്ളാവോടാ നാറി? ഒട്ടും കാണാൻ കൊള്ളത്തില്ല. നീ ആ കണ്ണാടിയിലെങ്ങാനും പോയി നോക്ക്. ഒരക്ഷരം എഴുതിയിട്ട് അതിനകത്തിൽ റായിട്ട് ഒരു വള്ളി ഇട്ടാൽ നീ വിചാരിക്കുന്ന നിന്റെ ഉള്ള രോഷം മൊത്തം ആ അക്ഷരങ്ങളിലാണ്. നീ ആ അക്ഷരങ്ങളോടാണ് തീർക്കുന്നത്, എന്നോടല്ല. പ്രത്യേകിച്ച് നീ നിന്നോടാണ് അത് തീർക്കുന്നത്. ഒരു പായു എഴുതി, ഒരു ചുനുപ്പ് എഴുതി, ഒരു റായു ഇട്ട് ഒരു വള്ളി ഇട്ടപ്പോഴത്തന്നെ നീ വിചാരിക്കുന്ന നിന്റെ ദേഷ്യം മൊത്തം നീ അങ്ങ് പ്രകടിപ്പിക്കുവാന്നാ. വെറുതെയാ. നീ വെറും അക്ഷരങ്ങൾ മാത്രം എഴുതിയിട്ടേക്കുന്നത്. ഇത് എനിക്ക് ഇങ്ങോട്ട് വന്ന് കൊള്ളത്തില്ല, അതാദ്യം മനസ്സിലാകും. ഞാൻ ഓവർ പോസിറ്റീവിൽ നിൽക്കുക. കവചങ്ങളാണ് എനിക്ക് ചുറ്റും കവചങ്ങളാണ്. നീ ഇനി അക്ഷരങ്ങൾ കൊണ്ട് അവിടെ എന്തൊക്കെ എഴുതി മറിച്ചാലും എൻ്റെ ഒരു ദേഹത്ത് പോലും അത് കൊള്ളത്തില്ല, എൻ്റെ മനസ്സിലും കൊള്ളത്തില്ല. കാരണം എന്ന് വെച്ചാൽ മനസ്സ് അവിടെ ഇല്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സില്ല. മനസ്സിലുണ്ടായാലല്ല അത് മനസ്സിൽ തട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നീ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിനക്ക് മാത്രമേ അത് തട്ടുകയുള്ളൂ, എനിക്ക് തട്ടത്തില്ല. അത് ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ് കേട്ടോ. മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? നിന്നെപ്പോലുള്ള 10 മണ്ടന്മാർ ഈ ലൈവിലുണ്ടെങ്കിൽ എൻ്റെ ലൈവ് നന്നായിട്ട് കിടന്ന് ഓടും. ഒന്നത് സോറിന്ന്. നീ സോറി ഒന്നും ചോദിക്കണ്ട. നീ നേരത്തെ ആ സോയ്ക്ക് പകരം അവിടെ പൂവാണ് ഇട്ടത്, മനസ്സിലായോ? ഇപ്പോഴാണ് നീ സോ എഴുതി വെച്ചത്. സാ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇപ്പോഴാണ് നീ അവിടെ സോ എഴുതിയത്. നേരത്തെ അവിടെ നീ പൂവ എഴുതിയത്. പിന്നെ റായും വള്ളിയും അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യം പറയാം. അവൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചത് സ്മിത പെരുമന്ന. നിന്നെപ്പോലുള്ളതിനെയൊക്കെ ഞാൻ എൻ്റെ ലൈവ് വരുമ്പോൾ മര്യാദ പഠിപ്പിക്കും. മര്യാദ രാമന്മാരാക്കും ഞാൻ കേട്ടല്ലോ. വേറെ വല്ലവരുടെയും ലൈവ് ആണെന്ന് കരുതിയില്ല. ഇത് എൻ്റെ ലൈവാണ്. എൻ്റെ ലൈവിനകത്ത് മര്യാദയ്ക്കണം, അല്ലെങ്കിൽ നിൻ്റെ ബോഡി ഷെയ്മിങ് ഞാൻ ചെയ്യും. ബോഡി ഷെയ്മിങ്. നിൻ്റെ ബോഡിയെ ഞാൻ നാണം കെടുത്തു. നിൻ്റെ അക്ഷരങ്ങളെ ഞാൻ ചിന്ന ഭിന്നമാക്കും, ഒന്നും അല്ലാതാക്കി തീർക്കും. നീ ഇനി എത്ര അക്ഷരങ്ങൾ കൊണ്ട് ഇനി വർണ്ണ കവചങ്ങൾ ഇങ്ങനെ തീർത്ത അക്ഷരങ്ങൾ കൊണ്ട് നീ എത്രയൊക്കെ നിൻ്റെ എന്തോ പറയുന്ന നിൻ്റെ അഹങ്കാരത്തെയും നിൻ്റെ ക്രോധത്തെയും
ഒക്കെയും നീ അവിടെ അലങ്കരിച്ച് വെക്കാവോ അതുവെയൊക്കെ ഞാൻ ഇല്ലാതാക്കും. എൻ്റെ ഒരു വാക്ക് മതി. നിൻ്റെ അക്ഷരങ്ങൾ ഞാൻ ചിന്ന ഭിന്നമാക്കി വയ്ക്കും. കാരണം അതേ അക്ഷരങ്ങൾ തന്നെ വെച്ച് കളിക്കുന്നവളാണ് ഞാൻ. അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ പല കളികളും കളിക്കുന്നവളാണ്. അപ്പോൾ ആ അക്ഷരങ്ങളെ കൊണ്ട് കളിക്കുന്നവളുടെ അടുക്കൽ വന്ന് നീ പായും എഴുതി വെച്ചിട്ട് ഒരു റായും എഴുതി വെച്ചിട്ട് ഒരു വള്ളി ഇട്ടിട്ട് നീ അവിടെ കിടന്ന് തിത്തിത്താരെ കളിക്കാമെന്ന് കരുതണ്ട. ഹായ് ഗുരു, സുഖമാണോ മുത്ത്? ശിവാശപൻ ആണ് കൂട്ടുകാരൻ സുഖമായി. എല്ലാ മക്കളും ഇവിടെ കിടക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പറയാം. അടുത്തത് എന്താന്ന് വെച്ചാൽ 2 വ്യക്തികൾ. അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത് അതുവഴി പേരും പ്രശസ്തിയൊക്കെ നേടി പണം ഉണ്ടാക്കലാണ് അയാളുടെയും കയ്യിലിരിപ്പ്. അതാണ് മാത്രമല്ല മനുഷ്യന്റെ വികാരങ്ങളെ വെച്ച് പണം ഉണ്ടാക്കുന്ന ഒരാൾ, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ, വികാരങ്ങളെ, ആ ചലനങ്ങളെ ഒക്കെ വെച്ച് പണം ഉണ്ടാക്കുന്ന ഒരാൾ. അത് മനുഷ്യർക്ക് അറിയില്ല. എന്നെ പോലൊരാൾക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളൂ. അപ്പോൾ ആ ആള് പറയുന്നത് വേറൊരാള് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നിയമവിരുദ്ധമാണെന്നാണ് പറയുന്നത്. എങ്ങനെ അത് നിയമവിരുദ്ധമാകുമെന്നാണ്. അപ്പോൾ 2 പേർക്കും അംഗീകാരമാണ് ഇവിടെ വേണ്ടത്. ഞാൻ 2 പേരെയും അവഗണിക്കുകയല്ല. 2 പേരോടും എനിക്ക് പുച്ഛമോ പരിഹാസമോ അവഗണനയോ ഒന്നും തന്നെയില്ല. 2 പേരെയും ഞാൻ അംഗീകരിക്കുന്നു. ഒരു പക്ഷെ അവർ 2 പേരും എന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കണം, പക്ഷെ ഞാൻ അവരെ 2 പേരെയും അംഗീകരിക്കുന്നു. അംഗീകാരത്തിന് വേണ്ടിയാണ് പലരും ഇവിടെ പലതും പറയുന്നത്. അവരെ അംഗീകരിക്കണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാൾ പറയുന്നത് മറ്റേ ആൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അയാൾ പച്ചമരുന്നുകൾ കൊടുത്ത് ബോർഡൊക്കെ വെച്ച് പച്ചമരുന്നുകൾ കൊടുത്ത് ആളുകളെ പറ്റിക്കുന്നു, ചതിക്കുന്നു, വഞ്ചിക്കുന്നു. ആളുകളെങ്ങാനും വടിയായി പോകും, അപ്പോൾ അയാളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു മുൻകരുതൽ കൊടുക്കുകയാണ്. നല്ലത് തന്നെയാണ്. പക്ഷെ ഒന്ന് അതിനിപ്പുറം വെച്ച് ഒന്ന് ഞാൻ പറയാം. അതിൽ ആരെയാണോ ഇങ്ങനെ ചൂണ്ടിപ്പറയുന്നത് അയാളെ ചെന്ന് ഞാനൊന്ന് നോക്കി. അയാളുടെ അടുക്കൽ പോയില്ല, യൂട്യൂബിലൂടെ ഞാനൊന്ന് കണ്ടു. അപ്പോൾ അയാളുടെ ഒരു കാര്യം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ ഇൻ്റർവ്യൂ പോയ ചാനലിലാണ് ഞാൻ ഈ ആളിനെ കാണുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ പോയ ഒരു ചാനലുണ്ട്, അതിലാണ് ഞാൻ കാണുന്നത്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു പേപ്പർ കഷ്ണം എടുക്കുന്നു, ഒരു മാന്ത്രികം കാണിക്കുകയാണ്, ഒരു ജാലവിദ്യ കാണിക്കുകയാണ് അദ്ദേഹം. ആ ജാലവിദ്യ കാണിക്കുന്നു, പിന്നെ അത് തീ കത്തിക്കുന്നു, പിന്നെ അത് നോട്ടാക്കി മാറ്റുന്നു, 500ൻ്റെ മറ്റോ ഒരു നോട്ടാക്കി മാറ്റുന്നു. മനസ്സിലായോ? ശരിക്കും അത് ജാലവിദ്യയാണ്. അതിന് അംഗീകാരം കൊടുക്കുക തന്നെ വേണം. ഈ പറയുന്ന നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കൂ പെട്ടെന്ന്? ഇല്ല. അത് കുറേ നാളിങ്ങനെ എടുത്ത് മാത്രമേ ഇത്തരം ജാലവിദ്യകൾ കാട്ടാൻ പറ്റുകയുള്ളൂ ഒരു മനുഷ്യന്. പിന്നെ എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാവ്യ പോലെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, രുദ്രാക്ഷമാലയോ ഒക്കെ ധരിച്ചിരിക്കുന്നു, തൊട്ടടുത്ത് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്, ഇത്തിരി ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാട്ടുന്ന കാര്യം കള്ളമാണെന്നാണ് പറയുന്നത്. എങ്ങനെ അത് കള്ളമാകും? അയാളുടെ കഴിവാണത്. അതൊരു ജാലവിദ്യയാണ്. മറ്റുള്ളവർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ചെയ്യുന്നു, ഇയാൾ ഇത് ഒരു കാവ്യ വസ്ത്രം എടുത്ത് അദ്ദേഹത്തിൻ്റെ കഴിവ്. നമ്മൾ കഴിവിനെ എപ്പോഴും മാനിക്കണം, കഴിവുകളെ മാനിക്കണം. ഇദ്ദേഹം അത് തൻ്റെ കഴിവ് ജാലവിദ്യ പഠിച്ചിട്ടുള്ളത് അദ്ദേഹം അത് ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കി എന്ന്. അതെന്താ, ആർക്കായാലും ഉണ്ടാക്കിക്കൂടെ പേര്? നിങ്ങൾക്കും ഉണ്ടാക്കാം, എനിക്കും ഉണ്ടാക്കാം.
അപ്പോൾ നമുക്ക് ഒരു പേര് മാത്രമൊന്നും അല്ലല്ലോ, അനേകം പേരുണ്ടാക്കുന്നില്ലേ, ഒരാൾക്ക് തന്നെ അനേകം പേരുകളുണ്ട്. എന്തായാലും അദ്ദേഹം അവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മൈക്ക് പിന്നെ തുറന്നു വന്നാണ് പറയുന്നത് എൻ്റെ പേര് ഇന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിദ്യയെ മറ്റൊരു ജാലവിദ്യക്കാരൻ പറയുന്നുണ്ട് ഇത് കള്ളമാണ് എന്നൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ അസൂയ, മനുഷ്യരുടെ ഇടയിൽ അസൂയുണ്ട്. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങ് വളർന്നു വരുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം നഷ്ടപ്പെട്ടു പോകും. അപ്പോഴേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞിട്ട് തരുമ്പോഴാണ് നിങ്ങൾക്കും ബോധം ഉണ്ടാവുന്നത്. പലരും എന്നോട് നാഗയും കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറയാനെന്ന്. എല്ലാവർക്കും അംഗീകാരം വേണം. തന്നെയല്ല, നമ്മൾ മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ ഇത്തരം കളികളൊക്കെ കളിക്കാൻ. അപ്പോൾ ഇദ്ദേഹം പഠിച്ചു വെച്ച ജാലവിദ്യ, അതും വർഷങ്ങളോളം ഇങ്ങനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ സ്വയം ഊർന്നു വന്ന ആ കഴിവാണിത്. ആ കഴിവുകളെ അദ്ദേഹം അവിടെ കാണിക്കുന്നു, അല്ലെങ്കിൽ കാട്ടപ്പെടുന്നു. അതാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ പറയുന്ന യുക്തിവാദി, അതായത് മറ്റേ ആൾ ദൈവം കളിക്കുകയാണ്, ചമയുകയാണ്, പണത്തിന് വേണ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആ ആളിനും പണം തന്നെയാണ് വേണ്ടുന്നത്. ഈ ആളിനും ആവശ്യത്തിന് പണം വേണം. രണ്ടു കൂട്ടർക്കും പണം വേണം, അല്ലേ? പണത്തിന് ആവശ്യം തന്നെയാണ് രണ്ടു കൂട്ടർക്കും. ഇദ്ദേഹവും മറ്റേ ആളെ വിമർശിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, അല്ലാതെ സ്വന്തം ജീവിതകഥ പറഞ്ഞ് പണം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ പച്ചമരുന്നുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്, അത് ഇയാൾ മാത്രമല്ല പച്ചമരുന്ന് ഉണ്ടാക്കുന്നത്. ലോകത്ത് എത്രയോ പേര് പച്ചമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാനും താണ്ട് ഇവിടെ പച്ചമരുന്ന് ഉണ്ടാക്കി എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കും, ഇവിടുത്തെ ഉള്ള ആവശ്യത്തിന് വേണ്ടി എടുക്കും. പണ്ടാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഈ കാല് ചെരുപ്പിടത്തില്ല, ചെരുപ്പിടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടെ കാല് തട്ടിയിട്ട് മുറിവുണ്ടാകുമ്പോഴേ നമ്മളിവിടെയുള്ള പച്ചമരുന്ന്, അല്ലെങ്കിൽ ഇവിടെ ഒരുതരം അന്നൊക്കെ ആണെങ്കിൽ ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഇങ്ങനെ കിളിർത്ത് വരുന്ന ഒരുതരം മരുന്നുണ്ടായിരുന്നു, ഒരു പച്ചമരുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ കൈവെള്ളയിലാക്കി ഇങ്ങനെ ഒഴിക്കുമായിരുന്നു. ആ ചാറ് കുറേ നാൾ കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഇതൊക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണ്. പിന്നെ എൻ്റെ ചാച്ചൻ ഒരു വൈദ്യനായിരുന്നു, ഇപ്പോഴും വൈദ്യൻ തന്നെയാണ്. പച്ചമരുന്നുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ അമ്മയും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ഉണ്ടാക്കി തരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ പച്ചമരുന്നുകളാണ്, പ്രകൃതിയിൽ നിന്നുള്ള മരുന്നുകളാണ്. മനസ്സിലായോ? എന്തിനേറെ നമ്മൾ കഴിക്കുന്ന ഇലകൾ, ചീര, മുരിങ്ങയില, തവിഴാമ, പിന്നെ ചേമ്പിൻ്റെ ഇല, അങ്ങനെ അതെല്ലാം പച്ചമരുന്നുകളാണ്. ഹായ് നാഗ, നിങ്ങളൊരു സംഭവം. അതെല്ലാം പച്ചമരുന്നുകളാണ്. അതൊക്കെ നമ്മൾ കറിയും വെച്ച് തോരനും വെച്ചും ഒക്കെ അങ്ങ് കഴിക്കുന്നു. ചിലർ അകത്ത് കഴിക്കുന്നു. ആ പച്ചമരുന്നുകളൊക്കെ ചിലർ അകത്ത് കഴിക്കുന്നു. ചിലരതൊക്കെ എന്താ പറയുക, പുറത്തിങ്ങനെ തേക്കുന്നു, മുഖസൗന്ദര്യം കൂടാൻ വേണ്ടി. ചിലർ മഞ്ഞൾ, അതും പിന്നെ എന്താ പറയുക, മരുന്നാണ്, കിളച്ചെടുത്തുകൊണ്ട് വരുന്ന മരുന്ന്. മഞ്ഞൾ കിളച്ചെടുത്തുകൊണ്ട് വരുന്നു, അതരയ്ക്കുന്നു, മുഖത്ത് തേക്കുന്നു, പിന്നെ മുറിവിന് വേണ്ടി അത് എടുത്ത് തേക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം വൈദ്യനും ഒക്കെയാണ്. നമ്മുടെ അമ്മമാർ വൈദ്യരി എന്നൊക്കെ പറയാം, ഒരു ഡോക്ടറാണ്, ആയുർവേദ ഏറ്റവും വലിയ ഡോക്ടർ. അമ്മമാരൊരു ഡോക്ടർ തന്നെയാണ്. ഔഷധക്കൂട്ടുകളെ നമുക്ക് കഞ്ഞിയും കറിയൊക്കെ വെച്ച് തരത്തില്ലേ, അപ്പോൾ ഈ സാമ്പാറും അവിയലും ഒക്കെ വെച്ച് തരുന്നെ അതെല്ലാം പച്ചമരുന്നുകളും പച്ചക്കിഴങ്ങുകളും പ്രകൃതിയിൽ നിന്നുള്ളതൊക്കെയാണ്. അതൊക്കെ എടുത്തു വെച്ച് നമുക്ക് കഴിക്കാനും ഒക്കെ തരുന്നത്. അപ്പോൾ അവരൊരു കർഷക ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അതുപോലെ നമ്മളെല്ലാവരും തന്നെ അങ്ങനെയാണോ? നിങ്ങൾ ഓരോരുത്തരും അതൊക്കെ തന്നെയാണ്.
അതുപോലെയാണ് ഈ മനുഷ്യനും. അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ആളുകൾ ചെല്ലുന്നു, പിന്നെ പണം കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെ നിയമവിരുദ്ധമാകും? നിയമത്തിന് വിരുദ്ധമായിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. നിയമത്തിന് ഹിതകരമായിട്ടേ എല്ലാവരും ചെയ്യുന്നുള്ളൂ. നിയമവിരുദ്ധം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കഴിവുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ചില ആൾക്കാർ. അത് പറയുന്നതായിരിക്കും കറക്റ്റ്. കഴിവുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധം. ആ വ്യക്തിക്ക് മാത്രമാണ് അത് നിയമവിരുദ്ധമാകുന്നത്, മറ്റാർക്കും അത് നിയമവിരുദ്ധമാകുന്നില്ല. ഒരു വ്യക്തിക്ക് മാത്രം നിയമവിരുദ്ധമാകുന്നു, 10 പേർക്ക് നിയമവിരുദ്ധമാകുന്നില്ല. 10 പേർക്ക് ആ ആളിൻ്റെ പരിചരണം ആവശ്യമായിരിക്കും. ഇനി ഒരു സയൻസ് പരമായിട്ട് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകുന്നു. ഒരു ഡോക്ടറിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ 10 പേർക്ക് ആ ഡോക്ടറിൻ്റെ സേവനങ്ങളും മരുന്നും കാര്യങ്ങളും ഒക്കെയും ഇഷ്ടമാകും എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നു എന്നല്ല. ഒരാൾക്കായിരിക്കും, 1-2 പേർക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ട് ഒരു പക്ഷേ വൈദ്യം അറിയുന്ന സ്ത്രീ, വൈദിത്തി എന്ന് പറയാമല്ലേ, അങ്ങനെയും പറഞ്ഞു ശ്രീബാല. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ ചില ആളുകൾക്ക് ആ ഡോക്ടറിൻ്റെ ചികിത്സ ഫലിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് ഡോക്ടർ അല്ലാതെ ഇരിക്കുമോ? ഡോക്ടറൊന്നും ഡോക്ടർ തന്നെയായിരിക്കും. ചിലർ പറയും പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്ന്. ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മരണം സംഭവിക്കാതിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ മരണമുണ്ടോ? ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കിടന്ന് പലരും മരിക്കുന്നുണ്ട്, വീടുകളിൽ കിടന്ന് മരിക്കുന്നുണ്ട്, തെരുവിൽ കിടന്ന് മരിക്കുന്നുണ്ട്, വിജനമായ സ്ഥലത്ത് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നിയമവിരുദ്ധമെന്ന് പറയാൻ പറ്റുമോ? ഡോക്ടർമാരുടെ ചികിത്സ നിയമത്തിന് ഹിതകരമായിട്ടുള്ളതാണ് എന്ന് പറയാൻ പറ്റുമോ? എത്രയോ ഡോക്ടർമാർ അറിഞ്ഞുകൊണ്ട് തന്നെ രോഗികളെ കൊല്ലുന്നുണ്ട്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ എത്രയോ ഡോക്ടർമാർ രോഗികൾക്ക് അവർക്ക് ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. നാഗയുടെ ഈ ലൈവ് ലോകത്തിലെ സമസ്ത മേഖലയിലൂടെ കടന്നു പോകുന്നു നല്ല അറിവുകൾ. അപ്പോൾ പണത്തിന് വേണ്ടി ചിലർ പലതും ചെയ്യും. അപ്പോൾ എന്നോട് പലരും പറയും, നാഗ ഇതിനു വേണ്ടിയൊക്കെ എന്താ ഒന്നും പറയാത്തെ? നാഗയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ നാഗ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയും. ഞാനിങ്ങനെയൊക്കെ പറയാനിരുന്നാൽ എൻ്റെ ഇവിടുത്തെ കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിയിലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ പറയാതിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ പറഞ്ഞ പേരും പ്രശസ്തിയൊക്കെ എടുക്കാം. മറ്റുള്ളവരുടെ കഞ്ഞിയിൽ ഞാൻ എന്തിനാ പാറ്റയിടുന്നത്? അവരും ജീവിക്കട്ടെ, എല്ലാവരും ജീവിക്കാനിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പറയുവാണ്, നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ വിമർശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് എനിക്കറിയാം ഞാൻ വിജയിച്ചു പോകുമെന്ന്. പക്ഷെ എനിക്കങ്ങനെ വിജയിക്കേണ്ട. കാരണം എനിക്ക് നല്ല ബോധോതിയായ ഒരു പെണ്ണാണ് ഞാൻ. എനിക്ക് വ്യക്തമായിട്ടറിയാം മറ്റേയാളും ഇവിടെ ജീവിക്കുകയാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ വിമർശിക്കാനും തർക്കിക്കാനും ഒന്നും പോകുന്നില്ല. പിന്നെ പേര് പറയാതെ ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തി വയ്ക്കുന്നു. കഞ്ഞിയിലെ പാറ്റയല്ല നാഗ, മണ്ണ്. രവിക്കുട്ടൻ വീണ്ടും വന്നു. രവിക്കുട്ടനോട് ഞാൻ കൂടുതൽ മിണ്ടുന്നില്ല. റിൻഷൻ ജോസി, നമസ്കാരം മോനെ. ദേവി, കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് നാഗയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കാമോ ദേവി? കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് നാഗയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കാമോ? നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭരണം തന്നെയാണ്, നല്ല മന്ത്രിയാണ്.
ഞാനത് തുറന്നു പറയും. അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നന്നായിട്ട് ആ കഴിവനുസരിച്ച് അദ്ദേഹം വളർന്നു വന്നു. അദ്ദേഹത്തെ എല്ലാവരും കൂടി മുഖ്യമന്ത്രിയാക്കി. ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പിന്നെ അദ്ദേഹത്തിന് ഇത്രയും പ്രായം ഉണ്ടായിട്ട് കൂടി അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല, ജോലി ചെയ്യുകയാണ്. മനസ്സിലായോ? അദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ട്, എന്നിട്ടുകൂടി അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന കുറേ പേരെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെറുപ്പക്കാരാണെന്നും കൂടെ ഓർക്കണം. ആ പ്രായമുള്ള മനുഷ്യൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങളോ ആ മനുഷ്യന്, പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ നിൽക്കുകയാണ്. നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ യുവാക്കളല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി എടുക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഇതുപോലെ മന്ത്രിയാവാൻ പറ്റിയില്ലെങ്കിലും ആ മന്ത്രിയെ പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ പോയി വിമർശിച്ച് കരിങ്കുടിയും കാണിച്ച് അദ്ദേഹത്തിൻ്റെ തോളെ കയറാനല്ല പോകേണ്ടത്. നാണോ മാനോ ഉണ്ടോ ശരിക്കും പറയും? ഇനി ഇത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇനി ഓടിക്കണം കേട്ടോ. പിണറായി വിജയൻ എന്ന് പറയുന്ന മന്ത്രി, ഞാൻ പേരങ്ങ് എടുത്ത് പറയാം, നല്ല അസലൊരു മന്ത്രി തന്നെയാണ്. ഇത്രയും ആയ ഒരു മനുഷ്യന് അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല, വീട്ടിനകത്തിൽ വെറുതെ കുത്തിയിരിക്കുന്നില്ല. അദ്ദേഹം ലോകം മുഴുവൻ ഇറങ്ങി സഞ്ചരിച്ച ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും ജോലി ചെയ്യുകയാണ്. എന്നാൽ യുവാക്കളായ നിങ്ങളോ ജോലി എടുക്കുന്നുണ്ടോ? ആ പ്രായമായ മനുഷ്യൻ്റെ തോളെ കയറാൻ പോവുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോലി ഭംഗിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനിനി ഇത് പറഞ്ഞുകൊണ്ട് ഇത് മാത്രം എടുത്തിട്ട് ഓടിക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ അടുത്തെങ്ങാനും വന്ന് ഒറ്റ ഒരെണ്ണം വന്ന് എന്തെങ്കിലും പറയാൻ വന്നാൽ എല്ലാത്തിനെയും ഞാൻ എടുത്ത് ചവിട്ടിക്കൂട്ടും. നോക്കിക്കോ. ആ ജോലി ചെയ്യുന്നുണ്ട്, അഴിമതി. എടാ മോനെ, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നീ കഴിക്കുന്നുണ്ടോ? നീ അദ്ദേഹത്തിൻ്റെ കൈ വെച്ചാണോ കഴിക്കുന്നത്? നിൻ്റെ കൈ വെച്ചാണോ കഴിക്കുന്നത്? നിൻ്റെ ശരീരത്തിന് നീ നിൻ്റെ കൈ കൊണ്ട് കുഴച്ചല്ലേ കഴിക്കുന്നത്? വയറ്റിനകത്തിലോട്ട് നന്നായിട്ട് നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? അതുപോരെ നിനക്ക്. ഇനി അതല്ലാതെ നിനക്കിനി എന്തോ വേണം? നിനക്ക് ഉടുപ്പും നിക്കറും വാങ്ങിക്കാനുള്ള കാശൊക്കെ നീ തന്നെ ജോലി ചെയ്തുണ്ടാക്ക്. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന വസ്ത്രവും അടിവസ്ത്രവും മേൽക്കുപ്പായവും വാഹനവും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി. നിനക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് ഇതുപോലൊരു നേതാവാകാൻ നോക്ക്. അല്ലാതെ ഇപ്പോഴേ നേതാവാകാൻ നോക്ക്. അല്ലാതെ ഈ സമയത്ത് അദ്ദേഹത്തെ ചെന്ന് വിമർശിച്ച് അദ്ദേഹത്തെ ആ പ്രായമുള്ള മനുഷ്യൻ്റെ തോളെ കയറാതെ. ജനാധിപത്യമല്ലേ, കരിങ്കൊടി കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് ഇവിടെ ചേച്ചി പറയുന്നത് സത്യം. രജനി കുക്ക, ഞാൻ സത്യങ്ങളെ പറയുള്ളൂ. ആ വയ്യാത്ത മനുഷ്യനാ, അതിൻ്റെ പ്രായത്തെ ഒന്ന് ബഹുമാനിക്കണം. ഭീമൻ ബാച്ചിലേക്ക് ഒരാൾ കൂടിയായി. രതീഷ് എൻ്റെ പൊന്നുമോനെ, എന്നെ ഒരു ബാച്ചിലേക്കും പിടിച്ചിടരുത്. ഞാൻ ഇവിടെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുക. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതാണ് ഇഷ്ടം. ഞാനൊരു മനുഷ്യനെ നിങ്ങളെല്ലാവരും കൂടി, അതും പ്രായമായ ഒരു മനുഷ്യനെ നിങ്ങളെല്ലാവരും കൂടി ചവിട്ടി തേക്കുന്നത്, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് കാണുമ്പോഴേ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും. കാരണം ഞാനും ഇവിടെ ജീവിക്കുകയില്ലേ, ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു മനുഷ്യനെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാൻ തോന്നും. അതിന് എൻ്റെ പൊന്നുമോനെ, നീ എന്നെ ഭീമൻ ബാച്ചിലേക്കൊന്നും എടുത്തിടണ്ട. കാരണം അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനാണ്. ചെറുപ്പകാലത്ത് അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹം ഇത്ര കാലം അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം എല്ലാം നേടിയെടുത്തു.
അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സഹായിച്ചു. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ പെടുന്നവരല്ലേ? മനസ്സിലായോ? അപ്പം വീണ്ടും ചെറുപ്പക്കാരായിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ആ പ്രായമായ മനുഷ്യൻ്റെ തോളെ കയറാനല്ല നോക്കേണ്ടത്. നിങ്ങൾ ഇതുപോലെ 10 പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ ശ്രമിക്കണം. അതാണ് വേണ്ടുന്നത്. മനസ്സിലായോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ചതച്ചടോ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ചതച്ചടോ. ആര് തല്ലി? അദ്ദേഹം വന്ന് തല്ലിയോ? ഞാൻ കണ്ടില്ലല്ലോ അദ്ദേഹം തല്ലുന്നത്. എടാ, നീ എന്തിനാടാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? എൻ്റെ പൊന്നും മോനെ, ആ മനുഷ്യൻ പ്രായമായി ആ മനുഷ്യനെ എണീറ്റ് നിൽക്കാൻ പോലും നേരായ എണ്ണം കഴിയാത്ത ആ മനുഷ്യൻ എങ്ങനെയാടാ യൂത്ത് കോൺഗ്രസിനെ വന്ന് തല്ലിച്ചതയ്ക്കുന്നത്? എന്തിനാ കുഞ്ഞെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത്? എടാ പൊന്നുമോനെ, നീ വെക്കി. ചിലപ്പോൾ നിൻ്റെ ഈ പറച്ചിലിന് ഞാൻ മറുപടി തന്നിട്ട് ഇവറ്റകളെല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരും. നിന്റെ മണ്ടത്തരത്തിനുള്ള മറുപടി ആയിരിക്കും ഞാൻ തരുന്നത്. ഈ നാറുകളെല്ലാം കൂടെ ഇത് മാത്രം എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊണ്ടുവന്നിടും. എന്നിട്ട് ഇവറ്റകളെല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരും. നിന്റെ മണ്ടത്തരമാണെന്ന് ആരും അറിയില്ല. നിന്റെ മണ്ടത്തരത്തിനുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത്. എടാ, നീ ഒന്ന് മനസ്സിലാകടാ. ആ പ്രായമായ മനുഷ്യൻ എങ്ങനെയാടാ തന്നെ നടക്കാൻ വയ്യാത്ത ആ മനുഷ്യൻ എങ്ങനെയാ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ തട്ടിച്ചതയ്ക്കുന്നത്? നീ ഇത്തിരി വിവരത്തോടു കൂടി സംസാരിക്കും. നീ ഒരു ചെറുപ്പക്കാരനല്ലേ? അതെല്ലാം പോട്ടെ. എണീറ്റ് നടക്കാൻ കെൽപ്പില്ലാത്ത ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്ന നിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് ഇങ്ങനെ അടി കൊള്ളാൻ പോകുന്നത്? ആ സമയം കൊണ്ട് നീയൊക്കെ ഒരു പൊതുപ്രവർത്തകരാണ്ട് ഒരു കാര്യം ചെയ്യും. നിനക്കൊന്നും ജോലിയും കൂലിയും ഇല്ലാതിരിക്കുമോ? ഇനി വന്ന് എനിക്കൊരു വീടൊക്കെ ഒന്ന് വെച്ചതാ. ഇങ്ങനെയൊക്കെ ഒരു പൊതുപ്രവർത്തനം ചെയ്യും. എനിക്ക് വന്നൊരു വീടൊക്കെ വന്ന് വെച്ചതാ. നിങ്ങളുടെ പേരും പ്രശസ്തിയൊക്കെ ഉണരട്ടെ. അങ്ങനെ നീ ഒരു മന്ത്രിയായിട്ട് ഇവിടെ വാ. എൻ്റെ മോൻ്റെ പേരെന്തോ? രാഹുൽ മലപ്പുറം നമ്പ്യാരോ NBR. നാഗ പറയുന്നത് അത്രയ്ക്കും നല്ല സത്യമായ കാര്യം, യഥാർത്ഥമാണ്. നാഗ എനിക്ക് നേരത്തെ അറിയാം. നല്ലതേ പറയൂ, ദ്രോഹിക്കില്ല ഒരാളെ. റിൻസൺ ജോഷി: ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് ചോദിക്കുന്നത്? ഇത് പാർട്ടി സമ്മേളനമോ പ്രസ് മീറ്റോ അല്ലല്ലോ. റിൻസൺ ജോഷി ചോദിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല മക്കളെ. കാരണം അവരുടെ അറിവില്ലായ്മ അവൻ ചോദിച്ചതാണ്. മനസ്സിലായോ? കുട്ടിക്ക് അറിയില്ല. അറിയാത്ത കാര്യം ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് നമ്മൾ അറിയാവുന്നവർ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. നാഗ പറയും പോലെ രാഷ്ട്രീയം പറയാതിരിക്കുക തന്നെയാണ് നല്ലത്. നാഗ പറയും പോലെ രാഷ്ട്രീയം പറയാതിരിക്കുക തന്നെയാണ്. നിങ്ങൾക്കറിയാവോ, ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന കലാലയത്തിൽ അതാണ് പഠിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ചും പൊതുപ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ടും അറിയാം. മനസ്സിലായോ? പക്ഷെ അതിനെക്കുറിച്ചൊന്നും അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീയ തലത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പൊളിറ്റിക്സ് ആത്മീയതയാണ്. ആത്മീയ തലത്തിൽ ഞാൻ പറയുന്നു. പൊളിറ്റിക്സും ഒരു വലിയൊരു ആത്മീയതയാണ്. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടനയും വലിയൊരു ആത്മീയതയാണ്. ഭരണഘടനയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഭരണഘടനയിൽ എഴുതി വെച്ച ഓരോ നിയമവും ഒരു വ്യക്തിയെ സംബന്ധിച്ച ഒന്നാണ്. ഒരു വ്യക്തി എഴുതി ഉണ്ടാക്കുകയും എന്നാൽ പല വ്യക്തികളുടെയും കാര്യങ്ങൾ പല വ്യക്തികൾ ചേർന്ന് ചർച്ച ചെയ്ത് അതിൽ നിന്നും ഉരുതിരിഞ്ഞ് പല വ്യക്തികളുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ എടുത്ത ഒന്നാണ്
ഭരണഘടന എന്നൊക്കെ പറയുന്നത് വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ഓരോ വ്യക്തികളിലും അതിങ്ങനെയൊന്നുമല്ല അത് പറയേണ്ടത്. കാരണം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഇത്രയും സെൻറ്റൻസ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതിൽ മാത്രം കയറി പിടിക്കരുത്. ഇത് ഞാൻ കുഞ്ഞൊരെണ്ണം അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊന്നുമല്ല, അങ്ങ് മരിക്കുന്നിടം വരെ പഠിക്കാനുള്ളതുണ്ട്. ദേഹം മരിക്കുന്നിടം വരെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഞാനിത് വെറും ഒരു ഷോർട്ട്, ഒരു കുഞ്ഞത് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്ര നല്ലൊരു കഴിവ് നാഹിക്കുണ്ട്. ഇന്നാണ് പറഞ്ഞത് ഒരു ലോക്കൽ കമ്മിറ്റി ആക്കാം. BJPക്ക് വായു. BJPക്ക് വന്നാൽ വീടായി, റോഡായി, കാറായി, അങ്ങനെ പലതും നേടാം. പല വ്യക്തികൾ ചേർന്ന് രവിക്കുട്ടൻ എൻ്റെ കുഞ്ഞെ, അത്യാവശ്യം എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്. പക്ഷേ ഒന്നും കൂടെ ഇച്ചിരി കെട്ടുറപ്പുള്ളൊരു വീട് വേണം. ഒന്നത് റോഡും കാറ് ഞാൻ പൈസ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള പൈസ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെ ഒരു കാർ ഇങ്ങോട്ട് എടുക്കുക. സഞ്ചരിക്കാറുണ്ട് ഞാൻ. എൻ്റെ കൂട്ടുകാരുടെ കാറിലൊക്കെ പോകാറുമുണ്ട്. അത് സ്വന്തമായിട്ട് നമുക്ക് വേണമെന്നൊന്നുമില്ല. സ്വന്തമായിട്ടൊരു കാറൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് വെച്ചാൽ റിസ്ക്കാണ്. കാരണം റിസ്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിന് പെട്രോളാണോ ഡീസലാണോ എന്തുവാ കാറിന് ഒഴിക്കുന്നത്, അതിന് എണ്ണ ഒഴിക്കുക എന്ന് പറയും. പെട്ടെന്ന് അതിന് എണ്ണ ഒഴിക്കണം, പിന്നെ CC അടയ്ക്കണം, പിന്നെ അതിൻ്റെ ടയർ മാറണം, പിന്നെ കാർ എവിടെയെങ്കിലും ചെന്ന് മുട്ടുവാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പോകണം. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇങ്ങനെ കുറേ പോയിക്കൊണ്ടേയിരിക്കും. അതേ നല്ലത് ഒരു കാർ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുക. വാടകയ്ക്ക് എടുത്തിട്ട് ഇതിൽ പൈസയും കൊടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുക. ഈ ലോകം മുഴുവനൊന്ന് കറങ്ങി നടക്കുക. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അന്യൻ്റെ കാറിൽ കയറി യാത്ര ചെയ്ത് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഒരു സുഖമുള്ള കാര്യമാണ്. പിന്നെ വീട്, അത് സ്വന്തമായിട്ടില്ലെങ്കിലും അടുത്തുള്ള വീട്ടിൽ പോയാലും കുഴപ്പമില്ല. എന്നാൽ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം. അതിന് BJPയിലോ ഒന്നും ചേരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എനിക്ക് ഒരു വീട് വെച്ച് തന്നാൽ നിങ്ങൾ പിന്നെ കയറി ക്ലിക്കാവൂ. നാഗാ സൈരന്ദ്രയ്ക്ക് വീട് വെച്ച് കൊടുത്തതാരാ? ഇന്ന ആൾക്കാരാ. അവർ കുറഞ്ഞ പുള്ളിയല്ല. പിന്നെ ആളുകളെല്ലാം നിങ്ങളുടെ പിന്നാലെ വരും. മനസ്സിലായോ? ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. ആരാണ് ഗുരു നാഗാ സൈരന്ദ്രയ്ക്ക് ഇത്രയും നാളും വീടും കൂടും ഒന്നും ഇല്ലാതിരുന്ന ഒരു ആളായിരുന്നു നാഗാ സൈരന്ദ്രി. ആ നാഗാ സൈരന്ദ്രയ്ക്ക് ഇന്ന ആളുകൾ കൂടിച്ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്തു എന്ന് 10 പേര് ലോകം മുഴുവൻ അറിയുന്നന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുവോടോ? നിങ്ങൾ തന്നെത്താനെ കയറി വരും. മനസ്സിലായോ? ബുദ്ധിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാവോ നമ്മുടെ പ്രധാനമന്ത്രിന്ന്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മനുഷ്യനെ. ബുദ്ധിമാനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സൗഹൃദം. എല്ലാ രാജ്യങ്ങളിലും പോയി സുഹൃത്ബന്ധം ഉണ്ടാക്കാൻ മിടുക്കനാണ്. നിങ്ങളെ കൊണ്ട് പറ്റുമോ അതിന്? അദ്ദേഹത്തിന് പിന്നെ താഴ്മ ഏതാ പൊങ്ങലേതാ എന്നൊന്നും അറിയില്ല. എല്ലായിടത്തും പോകുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? നരേന്ദ്രമോദി. എനിക്കിഷ്ടമാണ് പുള്ളിക്കാരനെ. നല്ല ആറ്റിറ്റ്യൂഡാണ്, നല്ല വ്യക്തിത്വമുണ്ട്. അങ്ങനെ ആവണം. ആണുങ്ങളായ ആൺപിള്ളേരായ അങ്ങനെ വേണം. എല്ലാവരുമായിട്ട് നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹം 2ാമതും ആയത് പ്രധാനമന്ത്രി. ചേച്ചി, നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കട്ടെ. അതവിടെ. എനിക്ക് നല്ലോണം അറിയാം സുരേന്ദ്രൻ അതുകൊണ്ട് ഇക്കാര്യം ഞാൻ പറയുന്നു. എന്ത് സുരേന്ദ്രൻ? രവിക്കുട്ടൻ നല്ലൊരു BJPക്കാരനല്ലേ? കുഴപ്പമില്ല മോനെ, BJP പിടിച്ചോ. കോൺഗ്രസ്സുകാരൻ പോയോ? ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നല്ലോ. കോൺഗ്രസ്സുകാരൻ പോയി. BJPക്കാരൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറയാം, എനിക്ക് ഈ കോൺഗ്രസ് ഏതാ BJP ഏതാ മാർക്സിസ്റ്റ് ഏതാ ഒന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാവരുമായിട്ട് നല്ല കൂട്ടുകെട്ടാ. ഞാൻ പണ്ടേ അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല കൂട്ടുകെട്ടാ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ആളുകളുമായിട്ടും നല്ലൊരു ബന്ധമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. കണ്ടോ, എന്നെ ഇവറ്റകളോട് എന്നെ ഒന്ന് സഹായിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ
എല്ലാം വലിഞ്ഞ്. അപ്പോൾ അങ്ങനെ സ്വന്തം കാര്യം എന്നെ ഒന്ന് സഹായിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ ഇനിയാണ് നിങ്ങൾ മെന്റലിസം പഠിക്കാൻ പോകുന്നത്. കറക്റ്റ് മെന്റലിസം. എന്നെ ഒന്ന് സഹായിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ, എനിക്കൊരു വീടുണ്ടാക്കാൻ തരാൻ പറഞ്ഞപ്പോൾ എല്ലാം രതീഷ് അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം വലിഞ്ഞു. ഇതുപോലെ തന്നെയുള്ളൂ. നിങ്ങൾ മന്ത്രിമാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കത്തതുമില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത് എന്നെ ഒന്ന് സഹായിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വയ്യ. അപ്പൊ നിങ്ങളെയൊക്കെ ഒരു മന്ത്രിയാക്കിയാലോ? ഇത് തന്നെയായിരിക്കും അവസ്ഥ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അപ്പോഴേ നിങ്ങൾ ഇപ്പോഴുള്ള മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ തന്നെ നിങ്ങളെയും ആളുകൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കണം. കേട്ടല്ലോ? നാഗ ഒരു ദിവസം തൃശ്ശൂർക്ക് വരണം കേട്ടോ. ശ്രീബാല ബാല ബാല. ഇതിനകത്തുള്ള ഇത്രയും പേരോട് എനിക്ക് പറയാനുള്ളത്, മര്യാദയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ വന്ന്, ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു പൊതുപ്രവർത്തകയോ ആയിത്തീരുക. ഇത് തമാശയല്ല, പച്ച പരമാർത്ഥമാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാലക്രമേണ ഓരോരുത്തരും സമൂഹത്തിലെ നിലയും വിലയും ഒക്കെയുള്ള മന്ത്രിമാരും ഒക്കെ ആയിത്തീരുന്നത്. ഇപ്പോൾ എന്നെ തന്നെ സമൂഹത്തിൽ നിലയും വിലയുള്ളവളാക്കി മാറ്റുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. റിൻഷൻ ജോസി പറഞ്ഞത് സത്യമെന്ന്. എന്നെ തന്നെ സമൂഹത്തിലൊരു നിലയും വിലയും ഒക്കെ ആക്കി തീർത്തത് ആരാണ്? ഞാൻ തന്നെയാണ്. അല്ലാതെ നിങ്ങളാരുമല്ല. നിങ്ങളാണോ? നിങ്ങളാരുമല്ലടോ. ഞാൻ തന്നെയാണ് എന്നെ സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉള്ളവളാക്കി തീർത്തത്. അതുകൊണ്ടാണ് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ കുറേ ആൾക്കാർ കൂട്ടുകൂടാൻ വരുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ രാഷ്ട്രീയം? ജഗ 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 ജഗ. ഇതാണ് പൊളിറ്റിക്സ്. മനഃശാസ്ത്രത്തിൽ തീർത്ത പൊളിറ്റിക്സ്, ആത്മീയതയിൽ തീർത്ത പൊളിറ്റിക്സ്. നാഗിനെ കണ്ട് ആരും മോഹിക്കേണ്ട. നാഗ ഒരു ദേവകന്യകയാണ്. നാഗ ഐ ലവ് യു. രാജൻ പി. രവിക്കുട്ടൻ നാഗിനെ കണ്ട് ആരും മോഹിക്കേണ്ട. നാഗ ഒരു ദേവകന്യകയാണെന്ന്. ഇപ്പം എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ കണ്ടോ? രാഷ്ട്രീയം കളിക്കണം. തന്ത്രപരമായി, കുതന്ത്രപരമായി, കുടിലപരമായി കളിക്കണം. ഇപ്പോൾ ഞാനൊരു ചാരിറ്റി തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ചാരിറ്റിയാണെന്ന് ഒരൊറ്റ കുഞ്ഞുങ്ങൾക്കറിയില്ല. റിൻസൺ ജോസിയും എനിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് പേർക്കും മാത്രം അറിയാം. അത് നിയമക്കുരുക്കിൽ ഞങ്ങൾ അകപ്പെടുത്തുന്നതുമില്ല. കാരണം നിയമക്കുരുക്കിൽ അകപ്പെടുത്തിയിട്ട് അതിനെ വികൃതമാക്കാമെന്ന് ചില ദുഷ്ടശക്തികൾ കരുതും. പക്ഷെ ആ തലത്തിലേക്കൊന്നും ഞങ്ങൾ പോകൂല. ഞങ്ങളുടെ ചാരിറ്റി എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആ ബുദ്ധി ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അവരതുപോലെ ചെയ്യും. അത് രസകരമായ ചാരിറ്റിയാണ്. ഞാനൊരു ചാരിറ്റി ഷീല ഗണപതി, ഒരു ദേവകന്യകയെ ആ ദേവകന്യകയെ എനിക്ക് ഇഷ്ടമാണ്. രാജൻ പി. രാജനിപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുക. മോനെ, എനിക്ക് എന്നെ തന്നെ വേണം. എൻ്റെ കൂടെയുള്ള ജീവിതം മഹാ ബോറാണെന്ന് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് ഘട്ടകാലമായിരിക്കും. നിനക്ക് തോന്നുന്നു നാഗയുടെ കൂടെ കഴിഞ്ഞ് ചക്കരെ പൊന്നെ തേനെ പാലേ എന്നൊക്കെ വിളിക്കുന്നു. ചുമ്മാതാണ്, വെറുതെയാണ്. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ്. നിങ്ങൾ ഈ റീൽസിലും ഒക്കെ കാണുന്ന ചക്കരെ പൊന്നെ തേനയാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ നല്ല കായും പായും പൂവൊക്കെ പറയുന്ന ആളാണ്. നല്ല തെറി പറയും. അതെപ്പോഴൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ നിന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ വണ്ടി കയറും, ട്രെയിൻ കയറും,
ചിലപ്പോൾ നിങ്ങൾക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചിറവ് ഉണ്ടാക്കിയെടുത്ത് ഇവിടുന്ന് പറന്ന് രക്ഷപ്പെടാൻ നോക്കും. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുകയൊന്നും വേണ്ട. എൻ്റെ കൂടെ ഒരു ദിവസം നിന്നാൽ മതി. പിറ്റേ ദിവസം നിങ്ങൾ ചിറക് ഇവിടുന്ന് നിങ്ങൾ ഓടാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പറക്കാൻ തോന്നും. കാരണം രക്ഷപ്പെടണ്ടേ. ഓടിയാൽ നിങ്ങൾക്ക് അങ്ങ് എത്തത്തുപോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ചിറക് എവിടുന്നെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയെങ്കിലും ഇവിടുന്ന് പറന്ന് പോകാൻ തോന്നും. നമ്മുടെ ബാങ്ക് നമ്മുടെ ചാരിറ്റിയാണ്. ശ്രീബാലയും ജോസിയും ഒക്കെ എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിലെ ആളുകളാണ്. സന്തോഷ് രാജൻ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ഷീല കുറെ കോഴിയുടെ പടം കൊണ്ടുവന്ന് ഇട്ടേക്കുന്നു. എന്താ ഷീല, കോഴികളെ ഇഷ്ടമാണോ? ചന്തു തൊഴുന്ന്. ഓക്കെ, ഷീലയ്ക്ക് കോഴിയെ ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല. കുറേ കോഴികളുണ്ട്. ക്രിസ്മസ് അടിപൊളിയായി. ദേവിക ഹായ് പറയുന്നു. നമസ്കാരം ദേവിക മോളെ. അപ്പോൾ ഇനി ഇത്രയും മതി, ഞാൻ ഇനി പോട്ടെ. ശ്രീലത ജയകുമാർ നമസ്കാരം മോളെ. ചുവന്ന ലവ് തരുന്നു. അപ്പോൾ ഞാനിനി പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ മനോഹരമായ ലൈവ് നമ്മളിവിടെ നിർത്തുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനോഹരമായ കാര്യങ്ങൾ പറയാൻ ഉണ്ടോ? രാഷ്ട്രീയം പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയം പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്കറിയാൻ വയ്യാത്ത രാഷ്ട്രീയങ്ങളൊക്കെ പറഞ്ഞു. വേറൊരാൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. അയാളെ ഇപ്പോൾ കാണുന്നില്ല. പേടിച്ചിട്ട് ഓടിയതാണോ, സങ്കടം വന്ന് ഓടിയതാണോ? മോനെ, ഞാൻ കൊള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നിന്നെ ഞാൻ ഓടിക്കാൻ ശ്രമിച്ചതല്ല. എന്നെ ഒന്ന് സഹായിക്കാൻ വരാൻ പറഞ്ഞപ്പോഴത്തേന് അത് മലപ്പുറത്തെങ്ങാണ്ടുള്ള ആളാണ്. അപ്പോഴേ ഓടി ഇവിടുന്ന്. ഇവിടെ പിന്നെ ലൈവിൽ എഴുതിയും വയ്ക്കേണ്ട, ഒന്നും വയ്ക്കേണ്ട. സന്തോഷ് രാജൻ നന്ദി, നമസ്കാരം. നമസ്കാരം കണ്ണ. നാഗ പോകല്ലേ ശ്രീബാല. അല്ലെങ്കിൽ എന്തെങ്കിലും പറയൂ, നിങ്ങൾ എന്തെങ്കിലും പറയൂ. രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞോളൂ. നമുക്കത് മനോഹരമായ രീതിയിൽ ചെയ്യാം. അത് മറ്റുള്ള വ്യക്തികളെ അല്ലാത്ത രീതിയിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എന്താകും? ഉച്ചഭക്ഷണം കഴിക്കാനില്ലേ? അശ്വതി സന്ദീപ് ഹായ് ചേച്ചി. ഈ ഹായ് ചേച്ചി, ഹൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങൾ പറയും, അല്ലെങ്കിൽ ഞാൻ പറയാം. ഇന്നലെ ഒരാൾ വന്ന് പറഞ്ഞു, അയാളുടെ കയ്യിൽ നിന്ന് ആരോ കടം ചോദിച്ചു, പൈസ ചോദിച്ചു. പോകണ്ട, പ്രത്യേകിച്ചൊരു പണിയും ഇല്ല. നാഗെ ലൈവിലിരിക്കൂ, നിറയെ ആൾക്കാർ വരും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നാഗയെ നമുക്ക് വലിയ ഒരാളാക്കണം. രവിക്കുട്ട കുറേ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ലൈവിലൊക്കെ ഉള്ള ആളല്ലേ. രാഷ്ട്രീയം വേണ്ടെന്ന്. രാഷ്ട്രീയം വേണ്ടേ? പിന്നെന്താ വേണ്ടെന്ന്? പിന്നെന്താണ് വേണ്ടുന്നത്? രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നു. പിന്നെന്ത് വേണം? പിന്നെന്താ വേണ്ടത്? രാഷ്ട്രീയമാണ് ഇവിടെ വലിയ കളിയായിട്ടിരിക്കുന്നത്. രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ
രാഷ്ട്രമുണ്ടാവും, രാജ്യമുണ്ടാവും. അതൊക്കെ രസകരമായി നമ്മൾ എടുക്കണം. അതിനെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കല്. രാഷ്ട്രീയത്തെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അതിനെയൊക്കെ രസകരമായൊരു കളി പോലെ എടുത്താൽ നല്ലതാണ്. ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചിട്ട് ആരോ നാളെ നിൻ്റെ ചിരിയാണ് എൻ്റെ മനസ്സ് തളർത്തുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ നീയെന്നും എടിയെന്നും ഒക്കെ കയറി വിളിക്കുന്നു. കുട്ടനാണെന്നൊന്നും ഞാൻ കരുതത്തില്ല. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ നീയെന്നും എടി പൊടി എന്നൊന്നും വിളിക്കരുതെന്ന്. പറ്റുമെങ്കിൽ എന്നെ നാഗാന്ന് വിളിക്കണം, കേട്ടല്ലോ. എന്നെ നീയെന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതോടുകൂടി ഞാൻ കൂട്ടുപറ്റും. വാട്സപ്പിൽ ഞാൻ ബ്ലോക്കും ചെയ്യും. ഐ ആം സോറി. ഒറ്റ 10 100 1000 10,000 സോറി ചോദിക്കണ്ട. പേരെന്താ ഇട്ട് വിളിച്ചത്? നമുക്കൊരു പേര് വിളിക്കുമ്പോൾ ഒരു അന്തസ്സുണ്ടല്ലോ. എത്ര മനോഹരമാണ് പേര്. ഇല്ലെന്നാകെ സ്നേഹത്തിൻ്റെ മുകളിൽ പറഞ്ഞതാണ്. എന്നായിക്കോട്ടെ. ഇനി ഞാൻ പോകുന്നു മക്കളെ. ഇത്ര നേരമൊക്കെ ഇരുന്നില്ലേ? ഇനി എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ 2-3 പേഴ്സ് തയ്ക്കണം. പേഴ്സ് എൻ്റെ സ്വന്തം കൈവച്ച് തയ്ക്കുക. പേഴ്സ് തയ്ക്കണം. പിന്നെ ഇവിടെ കുറച്ച് ജോലിയുണ്ട്. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും ചെന്നോളൂ. അപ്പോൾ ശരി, ബൈ. ഞാൻ പോകുന്ന ക്യാമറ ക്ലിയർ അല്ല. ശരിയെങ്കിൽ